നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1990 ജൂൺ 10 ബർമിംഗ്ഹാമിൽ നിന്ന് മലാഗയിലേക്ക് വിമാനം പുറപ്പെടുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ബ്രിട്ടീഷ് എയർവേസ് ഫ്ലൈറ്റ് 5390 ക്യാപ്റ്റൻ തിമോത്തി ലെങ്കാസ്റ്റർ ആണ് കോക്പിറ്റിൽ നിന്ന് ഭാഗികമായി പുറത്തേക്ക് തെറിച്ചത്. ഓക്സ്ഫോർഡ് ഷെയറിലെ ഡിഡ്കോട്ടിന് മുകളിലൂടെ ഫ്ലൈറ്റ് പറക്കുമ്പോൾ കോക്പിറ്റിന്റെ ജനൽ പാളികൾ തകരുകയും ഈ ലെങ്കാസ്റ്റർ വിമാനത്തിന്, അതായത് ഈ പൈലറ്റ് പുറത്തേക്ക് തെറിക്കുകയുമായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ വിമാനത്തിനുള്ളിൽ 81 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കാലുകൾ മാത്രം കോക്പിറ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. 23,000 അടി ഉയരത്തിൽ 20 മിനിറ്റോളമാണ് ഈ ക്യാപ്റ്റൻ വിമാനത്തിന് പുറത്തേക്ക് തൂങ്ങിക്കിടന്നത്. കോക്പിറ്റ് വിൻഡോകൾ തെറ്റായ രീതിയിൽ ഘടിപ്പിച്ചത് കാരണമാണ് അപകടം സംഭവിച്ചത് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. അപകടം മുന്നിൽ കണ്ട ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഉടൻ തന്നെ കോക്പിറ്റിലേക്ക് ഓടിക്കയറി ഈ പൈലറ്റിന്റെ കാലുകളിൽ പിടിമുറുക്കി. എന്നാൽ പരമാവധി ശ്രമിച്ചിട്ടും കോക്പിറ്റിനുള്ളിൽ വീശിയടിക്കുന്ന വേഗതയേറിയ കാറ്റും അതുപോലെ തന്നെ കോടമഞ്ഞും കാരണം ഈ പൈലറ്റിനെ പിടിച്ച് വിമാനത്തിനുള്ളിലേക്ക് കയറ്റാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപകടം അറിഞ്ഞ ഈ സമയം മറ്റൊരു ക്രൂ അംഗം കൂടി ഈ കോക്പിറ്റിലേക്ക് എത്തി. പിന്നീട് ഇരുവരുടെയും ഏറെ നേരത്തെ ശ്രമം മൊത്തം ക്യാപ്റ്റൻ താഴേക്ക് വീണു പോകാതിരിക്കാനായിരുന്നു. ഈ സമയം കോ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അടിയന്തര ലാൻഡിങ്ങിന് അനുമതി ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം വിമാനം പെട്ടെന്ന് ലാൻഡ് ചെയ്തില്ലെങ്കിൽ ഓക്സിജൻ കുറവായതിനാൽ ക്യാപ്റ്റൻ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഒടുവിൽ ഈ ക്രൂ അംഗങ്ങളുടെ മനോധൈര്യം അവർ കൈവിടാതെ ഒത്തൊരുമയോടെ ഇടപെട്ടതിനാൽ വിമാനം സൗത്താംപ്ടൺ എയർപോർട്ടിൽ അപകടമൊന്നും സംഭവിക്കാതെ ലാൻഡ് ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിമാനത്തിൽ നിന്നും ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് താഴേക്ക് വീഴുന്നതിന്റെ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത്. ഇന്തോനേഷ്യ ട്രാൻസ്ന്യൂസ എയർബസ് A320 വിമാനത്തിൽ നിന്നാണ് ജീവനക്കാരൻ താഴേക്ക് വീണത്. മറ്റു 2 തൊഴിലാളികൾ സ്റ്റെപ്പ് ലാഡർ നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. മറ്റു 2 പേർ ചേർന്ന് സ്റ്റെപ്പ് ലാഡർ നീക്കം ചെയ്യുന്നത് അപകടം സംഭവിച്ച ജീവനക്കാരൻ കണ്ടിരുന്നില്ല. ഇതേ തുടർന്ന് അപകടം സംഭവിച്ചത് എന്നാണ് കരുതുന്നത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത എയർപോർട്ടിലാണ് അപകടം സംഭവിച്ചത് എന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത്. മുന്നറിയിപ്പ് കൊടുക്കാതെ എങ്ങനെയാണ് സ്റ്റെപ്പ് ലാഡർ നീക്കം ചെയ്തത് എന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.